ഹായ് വെൽക്കം ടു മാറ്റ്കം. ജെനുവിനസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബൈലിംഗ്വലിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എങ്ങനെ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്താണ്, ജെനുവിനസ് സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് ഡൗട്ടുകളാണ് വന്നത്. ഒന്ന്, നമ്മുടെ കയ്യിൽ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? പിന്നെ വന്നത്, എങ്ങനെയാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്? നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടും, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? പിന്നെ ഒരു പേരോട് ചോദിച്ചു, DD നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെ വേണോ? അപ്പം ഇതിനകത്തൊരു റെസ്പോൺസ് എന്നുള്ള രീതിക്കാണ് എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ കമന്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതൊരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം എന്നോർത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമോ? നമ്മുടെ കയ്യിൽ ഒരിക്കലും ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്താലും, അത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അല്ല, കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലെ, ഇന്ത്യയിലെ UGCയുടെ കീഴിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ അപേക്ഷ കൊടുത്താലും നമ്മുടെ കയ്യിൽ ഒരിക്കലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ ഒരിക്കലും ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ജെനുവിനസ് സർട്ടിഫിക്കറ്റിന്റെ പ്രൊസീജിയർ, ഫോർ എക്സാമ്പിൾ നമ്മൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ, നമ്മൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ, ഈ മുഴുവൻ പ്രൊസീജിയറുകൾ നടക്കുന്നത് കേട്ടറ്റിന്റെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന ഓഫീസും നമ്മൾ എവിടെ നിന്നാണോ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെയും ഇടയിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എൻ്റെ കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഒരു കറസ്പോണ്ടിങ് എഡ്യൂക്കേഷൻ ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വേണ്ടി ചെല്ലുവാണെങ്കിൽ, ഞാനിപ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയോ അല്ലെങ്കിൽ കേരളത്തിൽ വെളിയിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എന്നോട് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും. അപ്പോൾ അവർ പറയുക, ജെനുവിനസ് സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള കറസ്പോണ്ടിങ് ഫീസ് ആ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റി എത്രയാണോ പറയുന്നത് ആ ഫീസ് ഒരു DD ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുക, നാഷണലൈസ്ഡ്, ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഫോമിലാണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് DD എടുക്കേണ്ടത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നായിരിക്കണം, വേറെ പ്രൈവറ്റ് ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെ എടുക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നോ, യൂണിയൻ ബാങ്കിൽ നിന്നോ, അല്ലെങ്കിൽ കാനറ ബാങ്കിൽ നിന്നോ, ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നോ, അങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് എടുക്കണം. നിങ്ങൾ ഒരിക്കലും പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നിന്ന് DD കൊണ്ടുവരും. അവരങ്ങനെ ആപ്ലിക്കേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ DD എപ്പോഴും നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെ എടുക്കാം. യൂഷ്വലി DD നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നിന്നോ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്നോ എടുക്കാം. പക്ഷേ അവരവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് കഴിയും. ഇനി ഇതെങ്ങനെ ആപ്ലിക്കേഷൻ നടക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ വേണ്ടി DD ഓഫീസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയും DD എടുത്തുകൊണ്ട് വരാനായിട്ട്. യൂഷ്വലി ചില ഓഫീസുകളിൽ അവർ നമ്മളോട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതുകൂടി പ്രിന്റ് എടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്യുന്ന ഡേറ്റ കൂടി ഫില്ല് ചെയ്ത് പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി കൂടി വെച്ച്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ BEdനാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ BEdന്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ BEdന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇതുകൂടി അറ്റാച്ച് ചെയ്തിട്ട് അവരുടെ കൊടുക്കാനായിട്ട് പറയും. ചില ഓഫീസുകളിൽ അവർ DD മാത്രമാണ് ചോദിക്കുക. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓഫീസ് അനുസരിച്ചിട്ട് ഈ പറയപ്പെടുന്നതിനകത്തുള്ള റിക്വയർമെന്റ് മാറിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ എവിടെയാണോ റിക്വയർമെന്റ്, ആ ഓഫീസിൽ എന്താണോ നമ്മളോട് പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ആ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയും. ഇപ്പൊ നമ്മളോട് ചെല്ലുമ്പോൾ പറയുകയാണ് DD മാത്രം തന്നാൽ മതി, അല്ല നമ്മളോട് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമും സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൂടി തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൂടി കൊടുക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന കറസ്പോണ്ടിങ് എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് ഈ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും. റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നത് ഡയറക്ട് ഫ്രം ദി എഡ്യൂക്കേഷൻ ഓഫീസ് ടു ദി യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഫോം ചെന്ന് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, DD ഉണ്ട്, മാർക്ക് ലിസ്റ്റുകളുടെ കോപ്പി ഉണ്ട്, വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനെ ഉടനെ തന്നെ ഈ ഫസ്റ്റ് ഇനീഷ്യൽ ഒരു യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ ശേഷം നേരെ കറസ്പോണ്ടിങ് BEd കോളേജിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും. ആ കറസ്പോണ്ടിങ് BEd കോളേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കറസ്പോണ്ടിങ് BEd കോളേജിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ അറ്റസ്റ്റ് ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട്. അവിടെ അവർ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയപ്പെടുന്ന വ്യക്തി ഈ കോളേജിൽ പഠിച്ചയാളാണ്, ആള് റെഗുലർ ആയിട്ടാണ് ഇവിടെ പഠിച്ചത്, ആ കാര്യം ഞാൻ പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കാര്യം ഞാൻ അറ്റസ്റ്റ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തരണം. ഫോർ എക്സാമ്പിൾ, ഹി വാസ് എ റെഗുലർ സ്റ്റുഡൻറ് ഇൻ ദിസ് പർട്ടിക്കുലർ കോളേജ്, ദിസ് കോളേജ് ഈസ് അഫിലിയേറ്റഡ് ടു ദിസ് കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റി, അതുകൊണ്ട് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അതിനകത്ത് നമ്മുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടി ഈ പറയപ്പെടുന്ന ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് അതൊന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചുവിടും. ഇത് ചെന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ജെനുവിൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഈ ജെനുവിൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഓഫീസിൽ നിന്നാണോ ആപ്ലിക്കേഷൻ കൊടുത്തത്
ചെയ്യുന്നത് ആ ഓഫീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ചെല്ലുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റ് വീണ്ടും ജെന്യുവൻ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പർപ്പസിനാണ് ജെന്യുവൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് ഈ ഡോക്യുമെന്റോട് വെച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അല്ലാതെ ജെന്യുവൻ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യാനായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ട കാര്യം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഒരു ജെന്യുവൻ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്തെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കറസ്പോണ്ടിങ് ഓഫീസിലേക്ക് പോകും. ഇപ്പം നമ്മൾ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോ എന്തെങ്കിലുമാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആരുടെ പേരിലാണോ ആപ്ലിക്കേഷൻ പോയിരിക്കുന്നത് അയാളുടെ ഓഫീസിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ജെന്യുവൻ സർട്ടിഫിക്കറ്റ് വരികയും നിങ്ങളുടെ ജോലി അപ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. രണ്ടാമത്തെ കാര്യം ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുക്കണമെന്ന് TNTU പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ പുതിയതായിട്ട് UGCയിൽ ഒരു നോം വന്നിട്ടുണ്ട്, ജെനുവിനസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷാ ഫീസ് വാങ്ങാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു നോം വന്നിട്ടുണ്ട്. ആ നോം വന്നതിന് ശേഷം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റികൾ അതിന്റെ ഒരു എന്താ പറയുക ചേഞ്ച് അവരുടെ റൂളുകൾ അമെൻഡ് ചെയ്തല്ലേ ചേഞ്ച് ചെയ്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഫീസ് അടച്ചേ പറ്റുള്ളൂ. അല്ല ഇനി ജെന്യുവൻ സർട്ടിഫിക്കറ്റിന് ഫീസ് മേടിക്കാൻ പാടില്ല എന്നുള്ള യൂണിവേഴ്സിറ്റി നോം എല്ലാ യൂണിവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് ജെന്യുവൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജെന്യുവൻ സർട്ടിഫിക്കറ്റ് പോയി കിട്ടാറായോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം. നമുക്ക് അതിനകത്തുള്ള ആകെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പളിനോട് ചോദിച്ചൊക്കെ സാറേ ഇപ്പം എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടോ, അത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയോ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു 70% പ്രൊസീജിയർ കഴിഞ്ഞ് ഉടനെ തന്നെ കിട്ടും. ഇൻ കേസ് കോളേജിൽ പോലും ആ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പോലും ഇല്ല. കാരണം നമ്മുടെ പേരിലല്ല ആപ്ലിക്കേഷൻ പോയിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് ഡേറ്റ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇത്ര നാൾ ലേറ്റ് ആയാലും ബേസിക്കലി തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പ്രൊസീജിയറുകൾ കുറച്ച് ലേറ്റ് ആണ്, ലാഗ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈം എടുക്കാം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. സോ പേഷ്യൻറ്റോട് വെയിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കറസ്പോണ്ടിങ് കോളേജിൽ ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ വേണ്ടി വന്നിരുന്നു എന്ന് മാത്രം ചോദിച്ചു നോക്കാനുള്ളത്. ഇത്തരം കാര്യമാണ് ബേസിക്കലായിട്ട് വന്നിരുന്ന ഡൗട്ടുകൾ. ഈ ഡൗട്ടുകളെല്ലാം ക്ലാരിഫൈഡ് ആയെന്ന് വിശ്വസിക്കുന്നു. സ്റ്റിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ചെയ്ത് തരാൻ ഞാൻ മറുപടി തരുന്നതായിരിക്കും. സോ ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് please like to the video and comment if you have any clarification or if any modification. അല്ല ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്തെങ്കിലും കൂടുതലായിട്ട് അപ്ഡേറ്റഡ് നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ടു ദ ടൈം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.